ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ആദർശാണ്. യു ആർ വാച്ചിങ് ആദർശ് വ്ളോഗ്സ്. അപ്പോൾ നമ്മളിന്ന് എൻ്റെ ഒരു കൂട്ടുകാരനെ കാണാൻ പോവുകയാണ്. ആക്ച്വലി ഒരു കൂട്ടുകാരനല്ല, ഒരുപാട് പേരുണ്ട്. അപ്പം അതിലൊരുത്തൻ ഈ വരുന്ന സൺഡേ സൗദി സംതിങ് പോവുകയാണ്. ഇത് വന്ന് ഓഗസ്റ്റ് 9th. ഓക്കെ, ഈ വീഡിയോ എപ്പോൾ വരുമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ലേറ്റ് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ അതിന് മുമ്പ് എല്ലാവരും കൂടി ജസ്റ്റ് ഒരു മീറ്റപ്പ് പോലെ, ഒരു ഗെറ്റ് ടുഗദർ പോലെ എല്ലാം സംസാരിച്ച് ചില്ലായിരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങ് പോവാന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പോൾ ഓക്കെ, നമുക്ക് ഇനി അവിടെ വെച്ച് കാണാം. മേലേ മേലേ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം, അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. പോസ്റ്റാണ് പോസ്റ്റ്. എല്ലാവരും എനിക്കിട്ട് പോസ്റ്റ് തന്നു. ഒരുത്തരും വന്നില്ല. ആരെ വിളിച്ചെടുക്കണമല്ലേ, കൃഷ്ണ മാത്രം വിളിച്ചിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞു. പാവം ഞാനും അവിടെ പോയി. അതിന്റെ ധനലക്ഷ്മിയും പട്ടി പോസ്റ്റാണ് പോസ്റ്റ്. ആ പേടിക്കണ്ട, സത്യനില്ല. അതുകൊണ്ട് സത്യന് പോയ ഫണ്ട് നിമത്തിയതാണ്. ഓക്കെ, ഈ ബാക്കിയുള്ള അവര് വന്നിട്ട് കാണാം. അതിന് മുമ്പുണ്ടല്ലോ ഞാൻ ചെറിയൊരു ഗ്ലിംസസ് കാണിച്ചുതരാം. ഇവിടെ മറ്റേ സൂര്യൻ ഈ ഇലയിലൊക്കെ അടിക്കുമ്പോൾ നല്ല രസമുണ്ട്, അത് കാണിച്ചില്ല. ഓക്കെ, അവളുടെ നെറ്റിയിൽ പുലരി കുങ്കുമം, കൈകളിൽ കിലുകിലേ കാറ്റിൻ തരിവള, അവളുടെ നെറ്റിയിൽ. ഈസ്പോട്ട് എത്താറായെന്ന് പറഞ്ഞ് നമുക്ക് കൃഷ്ണയെ വിളിക്കാണ്ട് ഈസ്പോട്ടിൽ പോവാം. എന്നിട്ട് അവളെ വിളിച്ചോണ്ട് പാർക്കിൽ പോവാം. അവിടെ ബാക്കിയുള്ള വരുമായിരിക്കും. അപ്പോൾ ഗൈസ്, ഇതാണ് പഴവങ്ങാടിലെ ഈവനിങ് വ്യൂ. സീനല്ലേ. നമുക്ക് പോകേണ്ടതോ ഈ പെട്രോൾ പമ്പിലാണ്. ഇനി നമുക്ക് വണ്ടി കയറുമ്പോൾ പെട്രോൾ കുടിക്കാം. ഇവൻ വല്ലാണ്ട് കുടിക്കുന്നുണ്ട്. അപ്പം ഇത് ഇന്ത്യൻ ഓയിൽ, ഇത് പഴവങ്ങാടി. ഇത് ഇന്ത്യൻ ഓയിൽ, ഇത് പഴവങ്ങാടി. ഇതാണ് ട്രിവാൻഡ്രം. എവിടെ വെച്ചാലും ഫ്രെയിമാണ്. സീനാണ് ഗൈസ്. ഇതാണ് കൃഷ്ണയുടെ ബസ്. നമുക്ക് പിറകെ പോവാം. ഞാനും പിറകെ പോവാറില്ല, എന്നാലും നമുക്ക് പിറകെ പോവാം. ഒരു കൃഷ്ണ ഐസ്ക്രീം. അപ്പൊ പ്ലാൻ മാറ്റാൻ അവിടെ കൃഷ്ണ ആയതുകൊണ്ട് കുഴപ്പമില്ല. തള്ളി മുറിഞ്ഞ തിരക്ക്. രണ്ട് കോക്കനട്ട് ഫണ്ട് ഉണ്ടായി. ഇങ്ങനെയിരിക്കും. എടുത്ത് വീശി നീ, ബാക്കി പിന്നെ ചെയ്യും. നിന്റെ റേഡിയേഷൻ അടിച്ചിട്ടാ. എന്റെ റേഡിയേഷൻ അടിച്ചപ്പോൾ നന്നായിട്ട് ഒരാൾ കാണിച്ചോ? എനിക്കൊരു വയസ്സായടാ. ഞാൻ കാര്യം പറയട്ടെ, ഞാൻ ബസ്സിൽ ഭയങ്കര ഉറക്കം. നീ വെച്ച് 4 പ്രാവശ്യം കേട്ടില്ല. വയസ്സാണ് ഉറക്കം എന്തുകൊണ്ടോ അമ്മമാരൊക്കെ ബസ്സിൽ ഇറങ്ങി. അത് കറക്റ്റാ. അമ്മച്ചിയായി നിന്നില്ലേ. നീ നാല് ചോക്ക് നിന്നില്ലേ. നീ ചെറുതാകുമ്പോ പിള്ളേർ നിന്നെ വിളിച്ചത്. നീ ചെറുതാകുമ്പോ, നീ വലുതാകുമ്പോ നിന്റെ ചെറിയ പിള്ളേർ നിന്നെ എന്ത് വിളിക്കും? വേണി അമ്മച്ചി. കൃഷ്ണ അമ്മൂമ്മ. അത് കൊള്ളാം. ദൈവഭക്തിയിൽ വരാ. കൊച്ച് ആരതി വിളിക്കുന്ന കൃഷ്ണ. കൃഷ്ണനെ വിളിക്കുന്ന ആരതി അല്ല, ആരതി വിളിക്കുന്ന കൃഷ്ണ. എവിടെ കോളേജിൽ ഇറങ്ങുന്നേ ഉള്ളൂ. ഹലോ ഗൈസ്, നമ്മളിപ്പം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്. നമ്മുടെ കുറേ അധികം ഓർമ്മകളും സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ നമ്മൾ പങ്കുവെച്ച നമ്മുടെ കോളേജ്. ഇന്നിവിടെ നിങ്ങളെ സ്പെഷ്യലായിട്ടൊരു സാധനം ഞാൻ കാണിച്ചത്. എനിക്ക് നമ്മൾ ജസ്റ്റ് തിരിച്ച് കാണാം. അവിടെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഗൈസ് ഈ ഒരു വിഷ്വൽ കാണുന്നത്. 1-2 വർഷമായിട്ട് ഈ ഒരു പരിപാടിയൊന്നും കോളേജിൽ നടന്നിട്ടില്ലായിരുന്നു. ഈ ഒരു പ്രാക്ടീസ് മാച്ചോ കാര്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. കളികളൊക്കെ നടക്കുന്നുണ്ട്.
നമ്മളിവിടെ ബെസേലിയസുമായിട്ട് നമ്മുടെ പിള്ളേരൊരു മാച്ച് നടന്നുകൊണ്ടിരിക്കുക. രാത്രിയാവൂല്ലോ, 6:30 ഞാൻ സെറ്റ് 7 മണിയാവും. അടുത്ത ഐസ്ക്രീം ഓർഡർ ചെയ്തു സാർ. നമുക്കിവിടെ ഇരിക്കാം കേട്ടാ. ഒരു വെറൈറ്റി തെലുങ്കാനെ പോയി കഴിച്ചാലോ? പോവാം, ഇപ്പൊ തന്നെ പോവാം. നമ്മൾ ഇവിടെ മറ്റേത് കിട്ടുമോ? ഏത് ഏത് എനിക്കറിയാൻ പാടില്ല. മറ്റേ കട്ട കട്ട ഏതന്നെ? വിഷുക്കട്ട വിഷുക്കട്ട. വിഷു ആവട്ടെ. വിഷു കഴിച്ചോളൂ. ഞാൻ സത്യം കഴിച്ചാ കണ്ടാലും പറയും. എത്ര ഐസ്ക്രീം? രണ്ടാമത്തെ ഞാൻ ഷുഗർക്കട്ട. ഷുഗർ കട്ടാണ്. സത്യം കെട്ടല്ലേ? ഈ സത്യം കെട്ടില്ലേ? ഞാൻ എനിക്ക് കൊറോണയുടെ കാണാറുള്ള ആരാധകയാണ്. അതായത് ഇന്നലെ കിട്ടുമോ ചാർജ് ചെയ്യൂല ഫോണിലല്ലേ? പുതിയ ഫോൺ വാങ്ങിക്കി. എനിക്കുണ്ടല്ലോ. യൂട്യൂബിലൊക്കെ വരുമാനം. ഞാൻ പിന്നെ ലക്ഷക്കണക്കിനാ. ഇപ്പോഴത്തെ അവസ്ഥ ഇതാ, ലക്ഷക്കണക്കിനാ. അവിയൽ വന്നു, എരിശ്ശേരി വന്നു, ചോറ് വന്നു, സാമ്പാറും വന്നു, 2 കൂട്ടം പായസവും വന്നു. വയറ് നിറഞ്ഞു. ചെയ്യാൻ പോകുന്ന നബീലും എന്താണ് അസുഖത്തിരിക്കണ എടാ കഴിഞ്ഞടാ കഴിഞ്ഞ് വായോ. ഒരു കട തന്നെ തിന്നല്ലയോ? അയ്യോ, ആരാ പറയുന്നത്? ടിഷ്യൂ ആണോ? ഒരു കട തീർത്തിരിക്കുകയാണ്. രാവിലെ തൊട്ട് ഇറങ്ങി തന്നെ മറ്റോടെ ആരുടെ അവിടെ കോച്ച് ചെയ്തിട്ട് കോച്ചുണ്ട്, അസിസ്റ്റന്റ് ഞാൻ കൈ പിടിച്ച് വെച്ചു. എനിക്കത് ഇപ്പൊ പോകുന്നു. എന്തുകൊണ്ടാണ് ഞാൻ പിടിച്ചു കൊണ്ടുവന്നു. നിനക്ക് ടെൻഷനാ? എന്ത് കേടായാലും കൊണ്ടുപോകും. ആ ബ്ലൂബെറി എനിക്ക് വേണോടെ? അത് 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 നീ വെച്ചോ. എടാ മക്കടി, അത് വേണ്ട, അത് നീ വെച്ചോ. ബ്ലാക്ക്ബെറി കൊള്ളാം. സോജ സോജ ബില്ല് പേ പണ്ണടാ, ബില്ല് പേ പണ്ണടാ. സ്ലോ മോഷൻ നടന്ന് പോണ പോക്ക് നോക്ക്. കണക്കാ? ഓ ഓ പാടാ. കാര്യം ചെയ്യാം സോജ, നമുക്ക് എല്ലാ കോഴ്സിനും കഴിച്ച് നിർത്താം. നിനക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞേ? വീഡിയോ എല്ലാവർക്കും കോഴ്സിപ്പോൾ കറക്കി നിർത്താം. എല്ലാ കോഴ്സിപ്പോൾ കറക്കി നിർത്താം. 500 ഫോട്ടോ ചെയ്തു. എനിക്ക് പാഷൻ ഫ്രൂട്ട്, ഇവനൊരു പാഷൻ ഫ്രൂട്ട്. ഏത് ബെറി? പറയടാ. സ്ട്രോബെറി ബെറി വിട്ട് കളിയൊന്നുമില്ല കേട്ടോ. ബെറി വിട്ട് കളിയൊന്നുമില്ല. എനിക്കൊന്നും വേണ്ട. അതെന്താണ് നിനക്ക് ചോറ് വേണ്ടാത്ത? നീ ഉണ്ണടാ മര്യാദക്ക്. നീ ചോറ് തിന്നിട്ട് കല്യാണക്കുറി കാണിച്ചിട്ട് ഞാൻ വിടുള്ള പന്നി. എടാ എനിക്ക് ബ്ലൂബെറി. എടാ സോജ എനിക്ക് ബ്ലൂബെറി. ബ്ലൂബെറി അല്ലെ ബ്ലൂബെറി. ഇവിടെ അവിടെ സ്ട്രോബെറി. ഏത് ചോദിച്ചാ?
ഞാൻ പറയും എന്റെ ഫ്രണ്ടാണ് നീ ഏതാ ഫുഡ് കഴിക്കാനുള്ളതാണ് ഫുഡ് കഴിക്കാനുള്ളത്. വേനലിൽ പൊള്ളാതെ പെയ്തു നീ ചെയ്യാതെ ഞാൻ കമ്പിളി പോലെ നിന്നെ പുണരാം. ഞാൻ നിന്നുടെ മാറത്ത് മെല്ലെ വേരുകളാഴ്ത്തിടാം. നിൻ ഹരിത പരവതാനിയാലെങ്കിലും നമ്മൾ 4 രൂപ പിടിച്ച് നമ്മൾ 4 രൂപ പിടിച്ചിട്ട് ഇവൻ എന്തെന്നറിയാവോ, ഇവ അവിടെ കളിപ്പിച്ച്. സത്യോ? ഓ ആരെടുത്ത്? ടീച്ചി എടുത്ത് ടീച്ചി പറഞ്ഞ് നീ മാത്രം എടുത്ത് ബാക്കിയുള്ളവർ പോകാൻ പറഞ്ഞു. എന്നിട്ട് അവനെ ആവശ്യമില്ലാത്തത് പള്ളി ലാസ്റ്റ് ടീച്ചർ പറഞ്ഞില്ലേ 1000 രൂപ അടച്ചു പോയാൽ മതി, ശമ്പളം കിട്ടും, സംഭവം കഴപ്പ്. ഞാൻ ഇപ്പൊ അടക്കം ഇപ്പോഴും പൈസ 4000 രൂപ എടുത്തത്. ഇവന് തമിഴ് അറിയില്ലേ? മൂച്ച് കാണിച്ചാണ് അവിടെ കിടന്നു. എന്റെ ലാസ്റ്റ് കൈ പിടിച്ച് 10 രൂപ 15 രൂപ കൊടുത്ത് പറഞ്ഞു. എബിമോനാണ് അന്നാലും പറഞ്ഞ 5000 രൂപ ഫൈൻ അടക്കണം. 5000 ഒന്നും സാറേ 3000 രൂപ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് 500 ആക്കാം. അതില്ല, ഒറ്റ ബുദ്ധി അപ്പഴേ എടുത്തു. ആരതി ഓർമ്മയുണ്ട് ഇതേപോലെ ഇവിടെ വന്ന് മോങ്ങിയത്? ഏത് ജൂൺ 19 18 കൊണ്ടുപോയിട്ട് 20 ഞാൻ വീട്ടിൽ ചെന്ന് 21 ഞാൻ തിരിച്ചു വരുന്നത്. അയ്യോ ഇവിടെ പട്ടി ഈ കമ്പി പിടിച്ചത് മോങ്ങിയടാ, ഈ കമ്പി പിടിച്ചത് മോങ്ങിയ അവള്. ആരതി ഞാൻ വളർന്ന പന്തലിച്ച് ഒരു കൊട്ടാര വയറ്റ് നിൽപ്പുണ്ടായിരിക്കും. പോയി രക്ഷപ്പെട്ടിട്ടൊക്കെ വാ. അങ്ങനെ അവനും പോയി, അമ്മ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഓരോരുത്തമാരൊക്കെ ഇങ്ങനെ പോവുകയാണ്. പോട്ടെ, പോയി രക്ഷപ്പെട്ടിട്ടൊക്കെ വരട്ടെ. ഓക്കെ, ബൈ. From Toronto.